നമസ്കാരം. സെന്റ് സേവിയേഴ്സ് ക്രോണിക്കിൾസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വാരം നടന്ന പ്രധാന വാർത്തകൾ ഒന്ന് നോക്കി വരാം. മുളങ്കാട് സെന്റ് ജോൺസ് കുരിശടിയുടെ വാർഷികം കഴിഞ്ഞ ശനിയാഴ്ച ഭക്തിപൂർവ്വം നിർവഹിക്കപ്പെട്ടു. ലൂർദ് മൗണ്ട്, ഉദിമൂട്, മൊട്ടമൂട്, കല്ലുവാക്കുഴി യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ജപമാലയോടുകൂടിയായിരുന്നു തുടക്കം. തുടർന്ന് കുരിശടിയിൽ പുതുതായി നിർമ്മിച്ച കൽവിളക്കിന്റെ ആശീർവാദ കർമ്മം ഇടവക വികാരി വെരി റവറന്റ് മോൺസിഞ്ഞർ ജോസ് റാഫേൽ നിർവഹിച്ചു. തുടർന്ന് നടന്ന നൊവേന പ്രാർത്ഥനകൾക്ക് സഹവികാരി റവറന്റ് ഫാദർ ജോബിൻ നേതൃത്വം നൽകി. ആഘോഷകരമായ സമൂഹ ദിവ്യബലിയിൽ അരുവിക്കര ഇടവക വികാരിയായ റവറന്റ് ഫാദർ ബെനഡിക്ട് ജി ഡേവിഡ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദിവ്യബലി മധ്യേയുള്ള അച്ഛന്റെ വചന സന്ദേശം വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രചോദനാത്മകമായത് ശ്രദ്ധേയമായി. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ ഏറെ ശ്രദ്ധേയമായൊരു വാർത്തകളിലൊന്നാണ് മതബോധന വാർഷികം. ദേവാലയ പാരിഷ് ഹാളിൽ വെച്ച് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ മതബോധന പ്രധാന അധ്യാപിക ശ്രീമതി വിൻസി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഹെഡ് മിസ്ട്രസ് ശ്രീമതി പ്രബീന ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അശ്വതി ടീച്ചർ അവതരിപ്പിച്ചു. മുൻ സർവോദയ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജെയിംസ് ടി ജോസഫ് വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രചോദനം നൽകുന്ന മൂല്യങ്ങൾ അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ പകർന്നു നൽകി. ബഹുമാനപ്പെട്ട ഇടവക വികാരി വെരി റവറന്റ് മോൺസിഞ്ഞർ ജോസ് റാഫേൽ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. റവറന്റ് ഫാദർ ജോബിൻ സിൽവസ്റ്റർ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. റവറന്റ് ബ്രദർ മാത്യു, റവറന്റ് സിസ്റ്റർ ഫിലോമിന, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ശ്രീ എസ്തർ ജോയ്, കുമാരി അലീന അശോക് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മതബോധന മേഖലയിലും മറ്റ് വിവിധ രംഗങ്ങളിലും മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു. കുമാരി കാവ്യ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം മതബോധന സ്കൂളിലെ കുട്ടികളും അധ്യാപകരും അണിയിച്ചൊരുക്കിയ 2 മണിക്കൂർ നീണ്ടുനിന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പരിപാടികളുടെ ഭാഗമായി പ്രദർശിപ്പിച്ച ദൂതിക എന്ന ഷോർട്ട് ഫിലിം ഏവർക്കും കൃത്യമായ സന്ദേശം നൽകുന്ന ഒന്നായി മാറി. ഈ ഷോർട്ട് ഫിലിമിന്റെ പൂർണ്ണരൂപം ജൂൺ 1 മുതൽ പള്ളിയുടെ ഒഫീഷ്യൽ ചാനലിൽ കാണാവുന്നതാണ്. യൂണിറ്റ് വിശേഷങ്ങൾ. മരുതൂർ സെന്റ് ജോസഫ് BCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചവർക്കുള്ള ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം പോലീസ് വകുപ്പിൽ നിന്നും വിരമിച്ച ശ്രീ ജോൺ, ബാങ്കിംഗ് മേഖലയിൽ നിന്നും വിരമിച്ച ശ്രീമതി ഷക്കീല രാജൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇടവക വികാരി വെരി റവറന്റ് മോൺസിഞ്ഞർ ജോസ് റാഫേൽ അച്ഛൻ മുഖ്യ അതിഥിയായിരുന്നു. കനിവ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി യൂണിറ്റ് സമാഹരിച്ച 9,000 രൂപ ചടങ്ങിൽ വച്ച് ഇടവക വികാരിക്ക് കൈമാറി. സഹവികാരി റവറന്റ് ഫാദർ ജോബിൻ, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ശ്രീ എസ്തർ ജോയ്, BCC കോർഡിനേറ്റർ ശ്രീ രതീഷ്,
വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി സെക്രട്ടറി ശ്രീ വി വർഗീസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. BCC യൂണിറ്റ് ലീഡർ പയസ് ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. യോഗത്തിൽ പങ്കെടുത്തവർക്ക് ശ്രീമതി പ്രബീന നന്ദി അർപ്പിച്ചു. അറിയിപ്പുകൾ. പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഇടവകയിലെ എല്ലാവരും പേരുവിവരം റെവറൻഡ് സിസ്റ്റർ ഫിലോമിനയുടെയോ ശ്രീമതി രമ സുരേന്ദ്രന്റെയോ പക്കൽ ഏൽപ്പിക്കുക. നിറ്റ്സ് തൊഴിൽ നീതി സമാധാന കമ്മീഷന്റെ നേതൃത്വത്തിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്കായി ഒരു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വാട്സപ്പ് നമ്പറുകൾ ചേർക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. കരിപ്പുമുകൾ സെന്റ് ജോൺസ് യൂണിറ്റിലെ ലിജോ മരണപ്പെട്ടു. 25 വയസ്സായിരുന്നു. 22-ാം തീയതി വെള്ളിയാഴ്ച പള്ളി സെമിത്തേരിയിൽ വെച്ചായിരുന്നു അടക്ക ശുശ്രൂഷ. കൂടുതൽ വാരാന്ത്യ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.